ട്രാൻസ്ഫോമേഴ്സ് സിനിമാ പരമ്പരയിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ സുപരിചിതനും ആരാധകരുടെ പ്രിയ താരവുമായ ഹോളിവുഡ് നടൻ ഷിയ ലാബിയോഫ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച വാർത്ത അവിശ്വസനീയതയോടെയാണ് സിനിമാ ലോകം ശ്രവിച്ചത്. യുഎസിലെ വിനോന റോച്ചസ്റ്റർ ബിഷപ്പ് റോബർട്ട് ബാരൺ നയിക്കുന്ന വേർഡ് ഓൺ ഫയർ കാത്തലിക് മിനിസ്ട്രിക്ക് നൽകിയ അഭിമുഖത്തിലാണ് താൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച കാര്യം ഷിയ ലാബിയോഫ് പരസ്യമാക്കിയത്. വിശുദ്ധ പാദ്രോപ്പിയുടെ ജീവിതകഥ ആവിഷ്കരിക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് തന്നെ യേശുക്രിസ്തുവിലേക്കും കത്തോലിക്ക സഭയിലേക്കും ആകർഷിച്ചത് എന്നാണ് താരം അഭിമുഖത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. സിനിമയിൽ പഞ്ചക്ഷേത്രധാരിയായ വിശുദ്ധ പാദ്രോപ്പിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന ഒരുക്കങ്ങൾ 35 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർണായക ആത്മീയ വഴിത്തിരിവിന് കാരണമാകുകയായിരുന്നു. വിശുദ്ധ പാദ്രോപ്പിയുടെ ജീവിതം അടുത്തറിയാൻ ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ സന്യാസിമാരുടെ ആശ്രമത്തിൽ താമസിച്ച കാലയളവാണ് ക്രിസ്തുവിനെക്കുറിച്ചും കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചും പഠിക്കാൻ തനിക്ക് അവസരമൊരുക്കിയത് എന്ന് വെളിപ്പെടുത്തിയ അദ്ദേഹം പ്രസ്തുത സിനിമാ നിർമ്മാണത്തിനായി താൻ ഇറങ്ങിത്തിരിച്ചത് ദൈവത്തെ പ്രതിയല്ല, മറിച്ച് കരിയറിന്റെ ഭാഗമായി മാത്രമാണെന്നും വിവരിച്ചു. വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് ആത്മഹത്യയ്ക്ക് വരെ ചിന്തിച്ച കാലത്ത് വിശുദ്ധ പാദ്രോപ്പിയുടെ സിനിമയുടെ ഭാഗമായതിലൂടെയുണ്ടായ മാനസാന്തര അനുഭവത്തെപ്പറ്റി വാചാലനായ ഷിയ ലാബിയോഫ് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള പാപങ്ങൾ ചെയ്തെങ്കിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ അനുഗ്രഹം ലഭിച്ച അനേകർ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് തന്നെ പ്രത്യാശയിലേക്ക് നയിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജപമാല, പരിശുദ്ധ കുർബാന, വിശുദ്ധ അഗസ്റ്റിന്റെ ഏറ്റുപറച്ചിലുകൾ, അമ്മയുമായി രമ്യതപ്പെട്ടതിലൂടെ താൻ അനുഭവിച്ച സമാധാനം എന്നിവയും അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തി. കപ്പൂച്ചിൻ സന്യാസികളെ ചേർത്തുപിടിച്ച് ആബൽ ഫെറാര സംവിധാനം ചെയ്ത വിശുദ്ധ പാദ്രോപ്പിയുടെ സിനിമാ പ്രഖ്യാപനം നടത്തുന്ന ഷിയയുടെ വീഡിയോ തരംഗമായതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കത്തോലിക്ക വിശ്വാസ പ്രഖ്യാപനം വൈറലായിരിക്കുന്നത്. ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 10 വരെ നീളുന്ന 2022 വെനീസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പാദ്രോപ്പിയോ സിനിമയുടെ പ്രഥമ പ്രദർശനം നടത്തും.